ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാനൊരു മാങ്ങാച്ചാറാട്ടോ ഉണ്ടാക്കാൻ പോകണത്. മാങ്ങാച്ചാറൊക്കെ ഞാൻ കുറേ പ്രാവശ്യം ഇട്ടിക്കണ്, എന്നാലും ഞാൻ ഈ വർഷത്തെയാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ ആവശ്യത്തിനല്ല. ഇപ്പോൾ കൂട്ടുകാരികളൊക്കെ ഇല്ലേ, അപ്പോൾ ഓൾക്ക് ഇച്ചിരി മാങ്ങാച്ചാറ് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇട്ടതാണ്, ഇടാമെന്ന് വിചാരിച്ചതാട്ടോ. പോകുമ്പോൾ ഇച്ചിരി കൊണ്ടുപോകാം, ഉച്ചയ്ക്ക് നമുക്കിത് കഴിക്കുമ്പോൾ ഒക്കെ എടുക്കുക, ഒരു പാത്രത്തിലിട്ട് ഇച്ചിരി കൊണ്ടുപോകേണ്ടിയെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു പാത്രത്തിലാക്കിയാണ്ടല്ല കൊണ്ടുപോയത്. മൂന്നാളാണ്, ഞാൻ കൂടാതെ മൂന്നാളാണുള്ളത്. അപ്പോൾ ഓൾക്ക് മൂന്നാൾക്കും അച്ചാറിൻ്റെ കുപ്പികളുണ്ടായിരുന്നു ഇവിടെ, അതൊക്കെ കഴുകി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതിക്ക് മൂന്നാൾക്കും 3 കുപ്പിയിലാക്കിയാണ്ടാട്ടോ കൊടുത്ത്. അപ്പോൾ ഞാൻ മാങ്ങയൊക്കെ നല്ലോണം കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക് ഇട്ടുങ്ങാണ്ട് അതൊന്ന് കറക്കിയെടുത്തു കേട്ടോ. പിന്നെ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. നല്ലെണ്ണയിലായാലാണ് നമുക്ക് കേട് കൂടാതെ വെക്കാനൊക്കെ പറ്റുക. പക്ഷെ ഇത് കേട് കൂടാതെ വെക്കാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ, അത് വേറെ കാര്യം. ഇത് തിന്നൽ തുടങ്ങിയാൽ പിന്നെ കേട് വരാൻ പോയിട്ട് 2 ദിവസം തന്നെ നിൽക്കുമോന്നാവോ. എന്തായാലും ഇപ്പം നല്ലെണ്ണയിലാണ്. അപ്പം ഞാൻ ആദ്യം കടുക് വറുത്തു, 2 മണി ഉലുവ ഇട്ടു, അതും പൊട്ടിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു, പച്ചമുളക് ചതച്ചതും ഉണ്ടായിരുന്നു, അതും ഇട്ടു. പിന്നെ കറിവേപ്പില ഇട്ടിട്ട് പിന്നെ കാശ്മീരി മുളകാട്ടോ, എന്നാലുള്ളല്ലോ നല്ല കളർ ഇട്ടുക. അപ്പോൾ കാശ്മീരി മുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുങ്ങാണ്ട് ഒന്നും കൂടി വയറ്റി ഉപ്പും ഇട്ട് പിന്നെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം മാങ്ങ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ മാങ്ങ ഇട്ടുങ്ങാണ്ട് നല്ലോണം അത് മസാല എല്ലായിടത്തും തട്ടുന്ന വിധത്തിൽ നല്ലോണം ഇളക്കി എടുത്തു. അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അത് ഞാൻ ഓൾക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് ഇഷ്ടപ്പെട്ടു, ഓൾക്ക് ഇഷ്ടമായി മാങ്ങാച്ചാറ്. അപ്പം ഞാൻ 2 ദിവസം മുമ്പൊക്കെ ഓല് കൊണ്ടുവരുന്ന അച്ചാർ ഇച്ചും തരലുണ്ട്, അങ്ങനെ ഞങ്ങൾ ചോറുന്നുമ്പോൾ. പക്ഷേ കാണുമ്പോൾ തന്നെ ഞാൻ കരുതലുണ്ട് ഞാനിടുന്ന പോലെയല്ല ഓലിടലെന്ന്. അങ്ങനെ കുറച്ച് വിനാഗിരി ഒഴിച്ചു. പിന്നെ ഇതിക്ക് നമ്മൾ എല്ലാവരും ഇടലുണ്ടാവും ഒരു അച്ച് ശർക്കര. അങ്ങനെ പഞ്ചസാരയല്ല ഞാൻ ഇട്ടത്, ശർക്കരയാണ് കേട്ടോ. അപ്പം അതും കൂടി അതിൽ കിടന്ന് നല്ലോണം ഒന്ന് ഉരുകി വന്നതിന് ശേഷം അപ്പോഴത്തേക്കും നമ്മളെ മാങ്ങ അതിൽ കിടന്ന് നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതുമായി. പിന്നെ ഞാനിത് രാത്രിയാണ് ഉണ്ടാക്കുന്നത്. രാത്രി ഉണ്ടാക്കി രാവിലെ ആവുന്നത് വരെ ചൂടാറാനൊക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ രാത്രി എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം രാവിലെയാണ് പിന്നെ ഞാനിത് പാത്രത്തിലൊക്കെ ആക്കിയത് കേട്ടോ. അപ്പോൾ ഇതിക്ക് കായപ്പൊടി ഇട്ടിക്കണേ, അത് കാണില്ലല്ലോ. കായപ്പൊടി കുറച്ചുള്ളതിന് അത് കൂട്ടിയേക്കണം കേട്ടോ. കായപ്പൊടിയും കൂടിയും കൂട്ടണം, അപ്പോഴുള്ളൂ ഇത് എല്ലാം കൂടി ആയി നല്ല ടേസ്റ്റ് വരിക. അപ്പോൾ സൂപ്പറാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ചും കൂടി പച്ച എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതും ഒഴിച്ചു കൊടുത്തു. ഉപ്പൊക്കെ നമ്മൾ നോക്കണം. അപ്പം ഉപ്പ് ഇപ്പോൾ നമ്മൾ ഇട്ട സമയത്ത് നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരിച്ചിരി മുമ്പിൽ നിൽക്കണം കേട്ടോ, എന്നാലുള്ളൂ അത് അതിൽ പിടിച്ച് കഴിയുമ്പോൾ ഉണ്ടാവുക കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ ആയി. പിറ്റേന്ന് നേരം വെളുത്തിട്ടാണ് പിന്നെ ഞാനിത് കുപ്പിയിലാക്കുന്നത് കേട്ടോ. അപ്പം അതാ ഈ 3 കുപ്പിയിൽ ഒരുക്കും. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് എടുക്കാനൊരു കുപ്പിയിലും കൂടി ആക്കാണ്ടായിരുന്നു. അങ്ങനെ 4 കുപ്പിയിലാക്കിട്ടോ. അപ്പോൾ അച്ചാറൊക്കെ നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. അപ്പോൾ ഇവർക്ക് ഇനി കുറച്ചും കൂടി ഉണ്ടാക്കണം എന്നുണ്ട്. അപ്പോൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കണ്ട്, ഒരു ഷോർട്സ് വീഡിയോ ആയി ഇടണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെ ഇതിൻ്റെ ചട്ടി വെറുതെ കളയാനാവില്ലേ, അതിക്ക് ഒരു കുത്ത് ചോറിട്ടുങ്ങാണ്ട് ഞാനത് അങ്ങോട്ട് തിന്നു കേട്ടോ. നല്ല അടിപൊളിയാണ്.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണ്. അങ്ങനെ ഞാനിതൊക്കെ കുപ്പിയിലാക്കി ഞാൻ പിന്നെ പോയി അവിടെ ചെന്ന് ഓൾക്ക് 3 പേർക്കും കൊടുത്തു കേട്ടോ. ഓൾക്ക് അങ്ങോട്ട് ഇഷ്ടമായി. അപ്പം അതിന് ഹെൽപ്പ് ചെയ്യാൻ നമ്മളെ നൂഹക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. രാത്രിയാണെങ്കിലും ഉറങ്ങാതെ കൂടിത്തന്നു. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് തരാനും മറക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മളെ അച്ചാറും കുപ്പികൾ. ഇതിൽ 3 ചെറുതുള്ളത് 3 ഞാൻ ഓൾക്ക് കൊടുത്തു. വലുത് ഞാൻ ഇവിടെ എടുത്ത് വെച്ചു കേട്ടോ. എന്താ വെച്ചാൽ ഒരു 3 പേരും നമുക്ക് ഒരേപോലെയല്ലേ. അപ്പോൾ അതാണ് നമ്മളെ തയ്യൽ കട. ഇവിടെ വന്നു ഇതിൽക്ക് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ദിവസം വരെ.